കേരളത്തിലെ സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാഗ്ഭടാനന്ദനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാരണം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. വയനാട്ടിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാട്യം ഗ്രാമത്തിൽ കോരൻ ഗുരുക്കളുടെയും വയലേരി ചീരു അമ്മയുടെയും മൂത്ത പുത്രനായിട്ട് 1887 കുഞ്ഞിക്കണ്ണൻ ജനിച്ചത്. സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്ന അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ അദ്ദേഹത്തിന് പുരാണ ഇതിഹാസ കഥകളോടെല്ലാം വലിയ താല്പര്യമായിരുന്നു. ക്രമേണ അദ്ദേഹം വായനയിലേക്ക് കടന്നു. അങ്ങനെ അറിവിൻ്റെ വലിയൊരു ലോകത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞു. ക്രമേണ അദ്ദേഹം ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താൻ നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിനായിട്ട് പ്രസംഗവേദികളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ VK ഗുരുക്കൾ എന്ന പേരിൽ അദ്ദേഹം പുറംനാടുകളിൽ പ്രശസ്തനാവാൻ തുടങ്ങി. ഒരിക്കൽ കോഴിക്കോടെത്തിയ VK ഗുരുക്കൾ അവിടെ തത്വപ്രകാശിക എന്നൊരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. പുരാണ ഇതിഹാസങ്ങളും വേദോപനിഷത്തുക്കളും ഭഗവത്ഗീതയിലുമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം നടത്താറുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി. ഒരിക്കൽ ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച മോക്ഷപ്രദീപം എന്ന കൃതി അദ്ദേഹത്തിൻ്റെ യുക്തിചിന്തയ്ക്ക് ശക്തി പകർന്നു കൊടുത്തു. VK ഗുരുക്കളുടെ വാക്ചാതുര്യവും സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെയുള്ള കഴിവും കണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയത്.